ഗുഡ് മോർണിംഗ്. രാവിലെ 8 മണിയായി, 7:30 7:30 എനിക്കൊരു വലിയ സമയമാണ്. എനിക്ക് അതിനു മുന്നേ ഒന്നും എണീക്കാൻ അത്ര താല്പര്യമില്ല. സോ 7 o'clock 7:30 കട്ടിലിൽ എണീക്കുന്നു. അതിന് മുമ്പ് ഉണർന്നാൽ അങ്ങനെ എണീറ്റു. കുറച്ച് വാട്ടർ കുടിക്കണം. അത് കഴിഞ്ഞ് യോഗ ചെയ്യണം. നല്ല സൗണ്ട് ഉണ്ടല്ലോ കാര്യം. രാവിലെ എല്ലാരും ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും ഒക്കെ ഉള്ള തിരക്കിലായിട്ട് ഓടുകയാണ്. നമുക്ക് കാമായിട്ട് യോഗ ചെയ്യാം. ഈവൻ ദോ കുറച്ച് ശബ്ദം ഉണ്ടെങ്കിലും നമുക്ക് യോഗ ചെയ്യാം. രാവിലെ എല്ലാ ദിവസവും ഞാൻ യോഗയും മെഡിറ്റേഷനും മുടങ്ങാതെ ചെയ്യും. അത് എന്റെ റൊട്ടീനിൽ ഒരു സ്റ്റേപ്പിൾ ഭാഗമാണ്. എല്ലാ ദിവസവും രാവിലെ ഒരു ഹാഫ് ആൻ അവർ, അതിൽ കൂടുതലൊന്നുമില്ല, ഹാഫ് ആൻ അവർ മോർണിംഗ് യോഗ ഓർ പിലാറ്റി. അത് എനിക്ക് എന്താണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യും. ഒന്നെങ്കിൽ യോഗ അല്ലെങ്കിൽ പിലാറ്റി വിത്ത് എന്താ കുറച്ച് മെഡിറ്റേഷൻ. കുറച്ച് നേരം ഒരു കാം മ്യൂസിക് ഇട്ട് ഞാൻ അവിടെ എനിക്ക് ഐ ഫോക്കസ് ഓൺ വാട്ട് ഐ ഹാവ് ടു ഡു ടുഡേ, വാട്ട് ആർ മൈ ഗോൾസ്. ഐ ജസ്റ്റ് റിവൈൻഡ് എവറിഥിങ് ഇൻ മൈ മൈൻഡ്. അതാണ് എന്റെ മെഡിറ്റേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് ഡു യോഗ. ഞാൻ കുറച്ച് സ്ട്രെച്ചസ് മാത്രമേ റെക്കോർഡ് ചെയ്തോളൂ. ആക്ച്വലി ഞാൻ കുറച്ച് കൂടുതൽ നേരം യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് 35 മിനിറ്റ്സ് 40 മിനിറ്റ്സോളം ഞാൻ ഇന്ന് യോഗ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും റെക്കോർഡ് ചെയ്യാൻ തോന്നിയില്ല, കാരണം നമ്മൾ കാമായിട്ടിരുന്ന് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഒരു ഫൈനൽ എൻ്റെ സ്ട്രെച്ചും കൂടെ ചെയ്ത് ഞാൻ എൻ്റെ ഇന്നത്തെ യോഗ ആൻഡ് പിലാറ്റി അവസാനിപ്പിക്കുകയാണ്. എന്നെ ആരും നിർബന്ധിച്ച് കൊണ്ടിരുത്തിയേക്കും പോലെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ രാവിലെ വെയിൽ കൊള്ളാൻ വന്ന് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് സ്ട്രോബെറി ഓട്സ് ആണ്. ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കുറച്ച് ബനാനാസ് ആൻഡ് സ്ട്രോബെറീസ് ആണ്. അപ്പോൾ അത് ഞാനൊന്ന് ഭംഗിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് എല്ലാവർക്കും ഭംഗിയുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണല്ലോ. ആക്ച്വലി എനിക്ക് ആ സ്ട്രോബെറി ഓട്സ് തീരെ ഇഷ്ടമായില്ല. അതിനകത്തുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് കാരണം മാത്രമാണ് ഞാനത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ അതിൽ ചോപ്പ് ചെയ്തതിന് ബാലൻസ് വന്നിരുന്ന ബനാനാസും സ്ട്രോബെറീസും വെറുതെ കഴിച്ചു. എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അതായിരുന്നു കഴിക്കേണ്ടിയിരുന്നത്. എനിക്ക് അതാണ് ഇഷ്ടമായത്. ഹലോ, അപ്പോൾ നമുക്ക് ലഞ്ച് ടൈമായി. കുക്ക് ചെയ്യാം. ഇന്നൊരു ഹെൽത്തി ബീഫ് ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ ആക്ച്വലി ബിരിയാണി ഒരു ഹെവി ഡിഷല്ലേ. അപ്പോൾ അത്രയും ഹെവി ആയിട്ടൊന്നും അല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓയിലൊക്കെ കുറച്ച് ഒരു 2 പാത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. കാരണം പാത്രം കൂടുതലെടുത്താൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ പാത്രം കുറച്ച്, ഐറ്റംസും കുറച്ച്, ഒരു സിമ്പിൾ ഹോസ്റ്റലിലല്ല പി ജിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിയുടെ ഒരു കസിനായിട്ട് വരും. അത്രയും ഹെവി ആയിട്ട് നമ്മൾ പോകുന്നില്ല. കുറച്ച് ഓയിലൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു 250 grams ഓഫ് ബീഫേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക്. അപ്പോൾ അത്രയും ബീഫും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചില്ലറ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഏറ്റവും ഐറ്റംസ് കുറച്ച്, എന്നാൽ ടേസ്റ്റിൽ സാക്രിഫൈസ് ചെയ്യാതെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐറ്റമാണിത്. സോ ലെറ്റ്സ് ബിഗിൻ. എൻ്റെ അടുക്കളയ്ക്ക് എസ്തറ്റിക്ക് പോരാത്തതുകൊണ്ട് ഞാൻ ചിറ്റേരെ അടുക്കളയിലേക്കാണ് ഇന്ന് ചേക്കേറിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു 250 gram ഓഫ് ബീഫ് എടുക്കുക. ഞാനിന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ. ആൻഡ് ഒരു 150 gram ഓഫ് ചെറിയ ഉള്ളി, ഒരു പീസ് ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി. എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിക്ക് പകരം സവാള ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ആക്ച്വലി ചെറിയ ഉള്ളിക്കാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നത്. സോ മാക്സിമം ചെറിയ ഉള്ളി തന്നെ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് കഴുകിയ ബീഫും അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുക. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഒരു 1-1.5 ടീസ്പൂൺ മതിയാവും. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി കുറച്ചിടുന്നത്. അപ്പോൾ ബാക്കി ചെറിയുള്ളി ഇടുക, മുളക് പൊടി ഇടുക, ആൻഡ് അതിലേക്ക് ഗരം മസാല. ഞാൻ വീട്ടിൽ പൊടിച്ച് ഗരം മസാലയാണ് കേട്ടോ ഇടുന്നത്, അതാണ് ബെറ്റർ. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, കുറച്ച് കുരുമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഉപ്പ്. ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എരിവ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ, സോറി പറയാൻ മറന്നതാണ്. നിങ്ങൾക്ക് എരിവിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. കാരണം ലോ ഫ്ലെയിമിൽ കിടന്ന് ഏറ്റവും നല്ല സ്ലോ കുക്കാണ് ആവേണ്ടത്, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുന്നത്. ബീഫിൻ്റെ വേവ് നമ്മൾ വാങ്ങുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എന്നാലും ഒരു 3-4 വിസിലെങ്കിലും വേണം. ബിരിയാണി റൈസ് നമ്മൾ ഒരു കുറച്ച് നെയ്യും ഹോൾ സ്പൈസസും ഇട്ട് കുക്ക് ചെയ്യാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ്. ഈ വിസിൽ കേൾക്കാനും അരി വേവാനും ഉള്ള ഒരു നീണ്ട കാത്തിരിപ്പ്. അങ്ങനെ ഈ കാത്തിരിപ്പിനൊക്കെ ശേഷം നമുക്കിതെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ലെയർ ചെയ്യാം. കുക്കറിന് ആക്ച്വലി വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടോ ഇപ്പോഴത് കേൾക്കുന്നില്ല. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് റെഡിയായി. നമുക്ക്
ബീഫിൻ്റെ ഗ്രേവി ഒരു കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ, അതും റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയോടെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഞാൻ റൈസ് അതിൻ്റെ മുകളിൽ ഒരു ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് ലെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ നെയ്യ് മാത്രം, അതും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ റെഡിയായി. നമ്മുടെ ഹെൽത്തി ഓയിൽ ഫ്രീ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഹെൽത്തി ബിരിയാണി കുറച്ച് മനസ്സമാധാനത്തോടെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഒരു ഫാസ്റ്റ് ഫുഡ് പ്ലേസിലേക്കാണ്. കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, കുറച്ച് ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഡെസേർട്സ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ പോവാണ്. ഞങ്ങൾ ഇന്ന് ആക്ച്വലി പോകുന്നത് ടർഫ് കഫേയിലാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ട്. പക്ഷേ എന്നാലും ഫുഡ് കഴിക്കാൻ പോവാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് പോയത്. സന്തോഷം വെറുതെ ആയില്ല കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു. വളരെ വിൻറ്റേജ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത്, ആൻഡ് അവരുടെ മെനു ആയാലും വളരെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഐറ്റംസ് ഉള്ള ഒരു മെനു തന്നെയായിരുന്നു. ഞങ്ങളവിടെ ആധികാരികമായിട്ട് ഡേറ്റിന് വന്നതാണല്ലോ, സോ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ആധികാരികമായ ചർച്ചയ്ക്കിടയിലാണ് ഞാൻ അവിടെ ഇരിക്കുന്ന ബുക്കുകളെ ശ്രദ്ധിച്ചത്. ആക്ച്വലി അവർക്ക് കുറച്ച് ബുക്സൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എടുത്തൊന്ന് മറിച്ച് നോക്കി. കാരണം കഫേയിൽ ബുക്സൊക്കെ റെയർ ആണല്ലോ, നമ്മുടെ ഇവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് കഫേയിൽ ബുക്സൊക്കെ റെയർ ആണ്. അതുകൊണ്ട് അതൊക്കെ നോക്കി ഫുഡ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ചീഫ് ബർഗർ ആയിരുന്നു വിത്ത് ബേക്കൺ. ആൻഡ് ഞങ്ങൾ 2 പോർഷൻ ഓഫ് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോർഷൻ പെരി പെരി ഫ്രൈസ് ആൻഡ് അതർ വൺ നോർമൽ ഫ്രൈസ്. പക്ഷേ ഡെഫിനറ്റ്ലി പെരി പെരി ഫ്രൈസ് ആയിരുന്നു ടേസ്റ്റ് കൂടുതൽ. ആൻഡ് പുള്ളി ഓർഡർ ചെയ്തത് ലാംബ് ബർഗർ ആയിരുന്നു, വിച്ച് വാസ് റിയലി ടേസ്റ്റി. കാരണം ലാമ്പിൻ്റെ ജ്യൂസിനെസ് ഭയങ്കരമായിട്ട് പ്രിഡോമിനൻ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെന്തോ അപ്പുറത്തിരിക്കുന്ന ആളുടെ ഫുഡിനോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കൂടുതൽ തോന്നുമല്ലോ. അങ്ങനെ എനിക്കും ലാംബ് ബർഗർ കുറച്ച് കൂടുതൽ ഇഷ്ടമായി. പക്ഷേ ബീഫ് വാസ് റിയലി ഫ്ലേവർഫുൾ, ബട്ട് ലാംബ് വാസ് ജ്യൂസി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വളരെ ടൈം എടുത്ത് തന്നെയാണ് കഴിച്ചത്. കാരണം ഇറ്റ് വാസ് വെരി ബിഗ് ആക്ച്വലി, ഫോർ മീ അറ്റ്ലീസ്റ്റ് പോർഷൻ വാസ് വെരി ബിഗ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇതെല്ലാം കഴിച്ചു. ഇറ്റ് ടുക്ക് സം ടൈം ടു കംപ്ലീറ്റ് ഓൾ ദാറ്റ്. അങ്ങനെ ബർഗറുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം നമ്മൾ ഡെസേർട്ടിലോട്ട് കിടക്കുകയാണ്. ഡെസേർട്ടിന് നമ്മൾ ഓർഡർ ചെയ്തത് അവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആയിരുന്നു, വിച്ച് വാസ് ഇൻഡീഡ് റിയലി ഗുഡ്. കാരണം ആ ചീസ് കേക്കിൻ്റെ ചെറിയൊരു സോർനെസ്സും ആ ക്രീമിനെസ്സും ആൻഡ് വിത്ത് ദാറ്റ് റിച്ച് ചോക്ലേറ്റ് എവറിത്തിങ് ഫെൽറ്റ് ഗുഡ്. ആക്ച്വലി അതിന് കിൻഡർ ജോയിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റ് ഫെൽ ലൈക്ക് ലിറ്ററലി കിൻഡർ ജോയ്. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുട്ടികളായിരിക്കുമ്പോൾ ഇത് വാങ്ങിച്ചു തന്നാൽ ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുമായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും കൂടുതൽ കിൻഡർ ജോയ് കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഞങ്ങൾക്കിതിനെല്ലാം ആയത് 1250 റുപ്പീസാണ്. ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ്, ബട്ട് കുറച്ച് പോർഷൻ കൂടുതലുള്ളതുകൊണ്ട് ഐ തിങ്ക് ദാറ്റ് വാസ് ഓക്കെ. ആൻഡ് അങ്ങനെ വയറ് നിറയെ ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ലുലുവിലേക്കാണ്. കാരണം കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലം ലുലു ആണല്ലോ. അപ്പോൾ ലുലുവിലോട്ട് തന്നെ പോവാം. അങ്ങനെ കുറച്ച് ട്രോളി ഉരുട്ടി കളിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. സോ ടുഡേസ് ഡേറ്റ് വെൻ വെരി വെൽ. കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാണ്. സോ ബൈ ബൈ.